ഹായ്, ഹെവൻലി ഹേർഡ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു. ഞാൻ ഇന്ന് നിൽക്കുന്നത് ബാംഗ്ലൂർ ആർട്ട് ഓഫ് ലിവിങ് ഇൻ്റർനാഷണൽ ആശ്രമത്തിലാണ്. ആശ്രമം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ക്യാമ്പസാണ് ആശ്രമം. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഗോശാല കൂടിയുണ്ട്. അപ്പോൾ ആശ്രമം മൊത്തം നമുക്ക് ചുറ്റി കാണണമെങ്കിൽ കുറേ മണിക്കൂർ എടുക്കും. അതുപോലെ തന്നെ ഒരു വീഡിയോ ഒന്നും ഒരിക്കലും നമുക്ക് അതുകൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നെല്ലാം കൂടി നമുക്കൊന്ന് ഷോർട്ടായിട്ട് ആശ്രമത്തിൻ്റെ ഒരു ക്വിക്ക് ടൂറാണ് നമുക്കിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആശ്രമത്തിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കടന്നു വരുന്ന വഴിയാണിത്. നമ്മളിപ്പോൾ നേരിട്ട് പോകുന്നത് റിസപ്ഷനിലേക്കാണ്. അവിടെയാണ് നമ്മൾ കോഴ്സ് പാർട്ടിസിപ്പൻസോ അതോ അവിടെ ആശ്രമത്തിൽ താമസിക്കാൻ വരുന്ന ആൾക്കാരെല്ലാം വന്ന് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലം. അതിൻ്റെ വലതുഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ കുറേ കഫേസ് ഉണ്ട്. അവിടെ വന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ് ഇൻ്റർനാഷണൽ സെൻറ്ററിൻ്റെ റിസപ്ഷൻ. ഇവിടെയാണ് നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കാണിച്ച് നമ്മൾ റൂം എടുക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ ഇവിടെയാണ് ബന്ധപ്പെടേണ്ടത്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷനൊക്കെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ റൂമിൻ്റെ കാര്യം ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ അതിന് നമുക്ക് അതിൻ്റെ ശേഷം കാണാം. ഞാൻ എൻ്റെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗുരുപാദക വനത്തിലൂടെയാണ്. ഇവിടെയാണ് നമ്മൾ ഓപ്പൺ സത്സംഗ് നടക്കാറ്. ഏകദേശം 2 ലക്ഷം ആൾക്കാർ വരെ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ഒരു ഓപ്പൺ എയർ വെന്യൂ ആണിത്. ഗുരുദേവ് ഉള്ള സമയത്തൊക്കെ ചില സമയത്ത് എവിടെയാണ് നമുക്ക് അവിടെ സത്സംഗ് നടക്കാറ്. അതുപോലെ തന്നെ ക്യാമ്പസ് വളരെ വലുതാണ്. നമുക്ക് കുറച്ച് ഭാഗം മാത്രമേ ഈ വീഡിയോ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഏകദേശം ആർട്ട് ഓഫ് ലിവിങ് ഇന്ന് 190 രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുരുദേവ് ഉള്ള സമയത്ത് ഏകദേശം 60ഓളം രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യും. അതുപോലെ തന്നെ കോഴ്സ് ചെയ്യാൻ എത്തുന്നത്. അപ്പോൾ അത്രയും ക്രൗഡഡ് ആണ്. ചില സമയത്ത് നമുക്ക് പല രാജ്യത്തുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ മെല്ലെ എൻ്റെ റൂമിലേക്കുള്ള യാത്രയിലാണ്. ഓക്കെ, നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്നത് ഡിവൈൻ ഷോപ്പാണ്. അവിടെ കുറേ ആയുർവേദ പ്രൊഡക്ട്സ് ഉണ്ട്. ആശ്രമത്തിൻ്റെ തന്നതായ പ്യുറായ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്, ബ്യോഗി. അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ആർട്ട് ഓഫ് ലിവിങ് തന്നെയായിട്ടുണ്ട്. നമ്മുടെ ഡിവോട്ടീസിന് വേണ്ടി ഗുരുദേവ് നമ്മുടെ വളരെ പ്യുറായിട്ട് സോഴ്സ് ചെയ്ത മെറ്റീരിയൽസും ഉണ്ട്. എത്തിക്കലി പ്രൊഡ്യൂസ് ചെയ്ത കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അതിൻ്റെ ഷോപ്സാണ് ഈ 2 ഭാഗത്തുള്ളത്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇപ്പോൾ കണ്ടത് VDS, അത് പൂജകളൊക്കെ നടത്തുന്നതിൻ്റെ ഓഫീസാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം ഇനി പോകുന്നത് നമ്മുടെ ആയുർവേദ സെൻറ്ററിന് തൊട്ടു മുന്നിലൂടെ നമ്മുടെ റൂമിൻ്റെ ഭാഗത്തേക്കാണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് വിശാലാക്ഷി മണ്ഡപം. ഇത് ഗുരുജിയുടെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചതാണ്. ആർട്ട് ഓഫ് ലിവിങ് സെൻറ്ററിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു ബിൽഡിങ്ങുകളിൽ ഒന്നാണിത്. നിങ്ങൾക്കിപ്പോൾ വീഡിയോ തന്നെ കാണാം. ഇത് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് നിൽക്കുമ്പോൾ വളരെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആണ്. കുറേ ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ പല ഇവൻറ്റ്സും ഇതിൻ്റെ ഉള്ളിൽ വെച്ചാണ് നടത്താറ്. ഗുരുജി ഡിസൈൻ ചെയ്ത ബിൽഡിംഗ് ആണിത്. അതുപോലെ തന്നെ ആർക്കിടെക്ചറലി വളരെ സിഗ്നിഫിക്കൻ്റ് ആണിത്. നിങ്ങൾ ആശ്രമത്തിൽ വരുവാണെങ്കിൽ എന്തായാലും ആദ്യം കയറി വരുമ്പോൾ തന്നെ കാണുന്നത് വിശാലാക്ഷി മണ്ഡപമായിരിക്കും നേരെ നടന്നു വരുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ കയറിയിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ നമുക്ക് ആ എനർജിയിലുള്ള ഡിഫറൻസ് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും.
ഹായ്, ഞാനിപ്പോൾ എൻ്റെ സാധനയൊക്കെ കഴിഞ്ഞ് മോർണിംഗ് സാധനയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കിച്ചണിലേക്ക് വരികയാണ്. ഇൻ്റർനാഷണൽ സെൻറ്ററിലെ കിച്ചണാണിത്. ഏകദേശം 3 നേരം ഫ്രീ ആയിട്ട് സ്വാദിഷ്ടമായ ഭക്ഷണം നൽകുന്ന കിച്ചണാണ്. നാഷണൽ ജിയോഗ്രഫിയുടെ ഡോക്യുമെൻ്ററി വരെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും മെഗാ കിച്ചണിൽ, ഇന്ത്യയിലെ മെഗാ കിച്ചൺസിൽ ഒരു കിച്ചണാണിത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചൊരു കിച്ചണാണിത്. കാരണം ഏത് രാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരും വളരെ പോസിറ്റീവായി മാത്രമാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറ്. അതുകൊണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം. ഇതിൻ്റെ എക്സ്പീരിയൻസ് നമ്മളോട് എല്ലാവരോടും കമൻസിൽ ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ ഗോശാലയിലേക്ക് പോവുകയാണ്. ഇത് ഇപ്പോൾ കാണുന്നത് അപർണ എന്ന് പറഞ്ഞ അക്കോമഡേഷൻ സെൻ്ററാണ്. നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ കോഴ്സിന് വരുന്നതും അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസിനൊക്കെ താമസിക്കാനുള്ള സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ഗോശാലയിലേക്ക് പോകുന്ന വഴി. പക്ഷേ ഇത് പോകുന്ന റൂട്ടിൽ നമുക്ക് പഞ്ചകർമ്മ സെൻറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് പഞ്ചകർമ്മ സെൻറ്റർ. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ട്രീറ്റ്മെൻറ്റിനായിട്ട് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഇൻ്റർനാഷണൽ സെൻറ്ററിലേക്ക് പലരും വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആയുർവേദ കോളേജും ഉണ്ട് ആർട്ട് ഓഫ് ലിവിങ്ങിന്. വർഷങ്ങളായിട്ട് നമ്മൾ പല ആയുർവേദ ഡോക്ടേഴ്സിനെയും ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ആയുർവേദ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ ഏരിയ ആണിത്. ഏകദേശം വരുന്നവർക്കൊക്കെ വളരെയധികം കിഡ്സിനൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇന്നിപ്പോൾ എന്താണ് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ സത്സംഗമുള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ. ഇതിലൂടെയാണ് നമ്മൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഗോശാലയിലേക്ക് പോകുന്നത്. രാധാകുഞ്ചിലൂടെ നമ്മൾ നടന്നു വന്ന ശേഷം ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വേദ സ്കൂളിലാണ്. ഇവിടെ ഏകദേശം 1500 ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികൾ വേദിക് ആൻഡ് ആഗമ ട്രഡീഷനിൽ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഗുരുജി ആർട്ട് ഓഫ് ലിവിങ് സെൻറ്റർ ഇൻ്റർനാഷണൽ സെൻറ്റർ തുടങ്ങുന്ന സമയം മുതൽ തന്നെ നമുക്കിവിടെ വേദ സ്കൂളുണ്ട്. അതുപോലെ തന്നെ പല ഭാഗത്തു നിന്നും കേരളത്തിന് അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടേക്ക് വേദം പഠിക്കാൻ വേണ്ടി വരുന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ ഒരു ടെമ്പിളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്യാമ്പസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്കൂൾ തനതായ രീതിയിൽ പണിതിട്ട് അവിടെ ഗുരുകുല സമ്പ്രദായത്തിൽ വേദം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് തോന്നുന്നു ഇപ്പം സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളത് ആർട്ട് ഓഫ് ലിവിങ് സെൻറ്ററിൽ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ വേദ സ്കൂൾ കഴിഞ്ഞ്
ഗോശാലയിലേക്ക് പോകുന്ന വഴിയിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗുരുജിയുടെ കുടീരാണ്. ഇവിടെയാണ് ഗുരുജി റെസ്റ്റ് ചെയ്യാൻ വരുന്ന സ്ഥലം. അതുപോലെ തന്നെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഇൻ്റർനാഷണൽ സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കിച്ചണിലേക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ തന്നെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് മെയിനായിട്ടുള്ള ഒരു ഏരിയ വേറെ വഴിയിലുണ്ട്. പക്ഷേ നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ പാലക് പനീർ അതുപോലെ തന്നെ പല സാധനങ്ങൾ ഇവിടെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഇവിടെയുള്ള കുതിരകളാണ്. ആശ്രമത്തിൻ്റെ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഗോശാലയിലേക്ക് എത്തി. ഇതാണ് നമ്മൾ ബോർഡ് കാണുന്ന പോലെ തന്നെ അതിൻ്റെ ചുറ്റും തന്നെ നമുക്ക് കാണാം പല തരത്തിലുള്ള പച്ചക്കറികൾ ഇവിടെയുണ്ട്. ഇതിനൊക്കെ വേണ്ട വളങ്ങളെല്ലാം നമ്മുടെ ആശ്രമത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം ഓർഗാനിക്കാണ്. ഇപ്പോൾ നമ്മൾ എത്തിയ ഗോശാല ഇതാണ് നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ് ഗോശാല. നമ്മുടെ 2 സെക്ഷനായിട്ടാണ്, ഒന്ന് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടത് ഇവിടെ കറവയുള്ള പശുക്കളാണ്. അവയെല്ലാം മാറ്റി നിർത്തിയാണ്. അവിടെ ഗസ്റ്റിന് അലൗഡ് അല്ല. പക്ഷേ ഇത് നമുക്ക് കാണുന്ന സമയത്ത് സാധാരണ ഗോശാല പോലെയല്ല, ഇവിടെ റിസർച്ച് സെൻറ്റർ പോലെയാണ്. ഇവിടെ പശുക്കളെ പറ്റി പഠിക്കുന്നുണ്ട്, അവയുള്ള മെഡിസിൻസ് ഉണ്ടാക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മളിപ്പം എൻ്റർ ചെയ്യാൻ പോകുന്നത് ഗോശാലയിലേക്കാണ്. ഇതിലൂടെ കയറി കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ബ്രീഡുകളും നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ് ഗോശാലയിൽ നിന്നുണ്ട്. ഗിർ പശുക്കളാണ് കൂടുതലുള്ളത്. പക്ഷേ നമ്മൾ വരുന്ന വഴി തന്നെ ഇപ്പം പശുക്കളുടെ എണ്ണം ഗുരുജി പറഞ്ഞത് കൂടുതൽ പശുക്കളെ വേണമെന്നുള്ളതുകൊണ്ട് താഴെയും നമ്മൾ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഏകദേശം 3000-ഓളം പശുക്കൾ ഈ സൈഡിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഏരിയയിൽ തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് പുതിയൊരു ബിൽഡിംഗ് കൂടി ഉണ്ടാക്കി. ഗോശാല ഏകദേശം 4 പാർട്ടായിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്തത്. ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസവിച്ച കുട്ടികളും അമ്മകളും മാത്രമുള്ള ഒരു ഏരിയയാണ്. അവിടെ നമുക്ക് അലൗഡ് അല്ല. നമുക്ക് നേരത്തെ പെർമിഷൻ എടുത്ത് വരേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെയുള്ളത് ബാക്കിയുള്ള പശുക്കളെല്ലാം നിർത്തിയ ഒരു ഏരിയയാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. അവിടെ നമുക്ക് കാണാം എല്ലാ പശുക്കളും വളരെ ഹെൽത്തിയാണ്, നല്ല രീതിയിലാണ് ഫീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില പശുക്കളെയൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഏകദേശം ഒരു കുട്ടിയാനയുടെ അത്ര തന്നെ വലുപ്പമുണ്ട്. നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ ചെറിയ പശുക്കളൊന്നുമല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് 3 നേരം നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ് സെൻറ്ററിൽ തന്നെ ഉണ്ടാക്കിയ പുല്ല് അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ ആഹാരങ്ങളും ഒരു കുറവില്ലാതെ തന്നെ ഇവിടെ നമുക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പശുക്കളെല്ലാം ഫ്രീ ആയിട്ട് നമ്മുടെ കോൺക്രീറ്റ് തറയിലല്ല. അത് പ്രത്യേക നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കോൺക്രീറ്റ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് തന്നെ മണ്ണും ഉണ്ട്. പശുവിൻ്റെ ഹെൽത്തിന് ഏറ്റവും ആവശ്യമാണ് അതിൻ്റെ ഹൂഫ്, അതായത് കുളമ്പ് മണ്ണുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇപ്പം ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. ഏകദേശം ഈവനിങ് ആകുമ്പം ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വീണ്ടും ഫുഡ് കൊടുത്തു അവരെ ഹാപ്പിയാക്കി രാത്രി അവർ കിടക്കുന്ന രീതിയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ബുള്ളാണ്. അതേപോലെ തന്നെ ഇടയ്ക്ക് ബുൾസിനെയൊക്കെ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ബുള്ളിനെ ഇടയ്ക്ക് ഇറക്കി വിടും. എന്നിട്ട് അവർ ബ്രീഡ് ചെയ്യും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ പാലിന് വേണ്ടി വളർത്തുന്നതല്ല. ഇവിടെ ഗോശാലയിൽ തനതായിട്ടുള്ള ബ്രീഡ്സിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണിത്. അപ്പോൾ അവരെല്ലാവരും ഹാപ്പി ആയിട്ട് നോക്കുമ്പോൾ വളരെ കാമാണ് എല്ലാ പശുക്കളും. അവർ നിൽക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ നമുക്കറിയാം. എല്ലാവരും കിടക്കുന്നു അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നു. നമ്മൾ വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് തന്നെ അവർക്ക് കാര്യമായിട്ടൊരു മാറ്റമൊന്നുമില്ല. അവർ വരുന്നു, നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാം.
ഇപ്പം നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രസവിച്ച പശുക്കളും അതുപോലെ തന്നെ കുട്ടികളും നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷേ ഇത് അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ആ ഭാഗത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ അധികം പെർമിഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അവിടേക്ക് ആർക്കെയും അങ്ങനെ പ്രയർ പെർമിഷൻ ഇല്ലാതെ ആരെയും അനുവദിക്കാറുമില്ല. അപ്പോൾ ഏകദേശം നമ്മൾ ഇവിടുന്ന് ഗോശാല മൊത്തത്തിൽ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നമുക്ക് കാണാം, ഇപ്പോൾ നോക്കുന്ന സമയത്ത് തന്നെ അവരെല്ലാവരും അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈവനിങ് ആവാറായി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കറക്കാനുള്ള ഒരു സമയം കൂടിയാണ്. ഇവിടെ എന്തോ ചെറിയൊരു മെയിൻ്റനൻസ് വർക്കും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്കുള്ള റൂട്ടാണ് ഇപ്പോൾ കാണുന്നത്. വന്ന വഴി തന്നെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് പുതുതായി പണിതുകൊണ്ടിരിക്കുന്ന ഗോശാല. നേരത്തെയുള്ള ഗോശാലയെക്കാട്ട് ഏകദേശം ഒരു 4 times or 5 times ബിഗ്ഗറാണിത്. കാരണം അവിടെ അത്രയും പശുവിനെ ഉൾക്കൊള്ളിക്കാനുള്ള സ്ഥലവും കൂടി അവിടെ ഉണ്ട്. ഞാൻ ഇത്രയും കണ്ടതിൽ വെച്ച് ഇത്രയും വലിയൊരു ഗോശാല ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഇൻ്റർനാഷണൽ സെൻറ്റർ എന്ന് വെച്ചാൽ ഈ കോഴ്സുമായിട്ട് ബന്ധമുള്ളവരും ഇല്ലാത്തവരും ആരായാലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആണിത്. അതുപോലെ തന്നെ നമുക്ക് കുറേ അറിവുകൾ നമുക്ക് പകർന്നു തരുന്നൊരു സ്ഥലം കൂടിയാണ്. നമ്മുടെ കുട്ടികളെയൊക്കെ എസ്പെഷ്യലി ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം. കാരണം നമ്മുടെ സംസ്കാരവും അതുപോലെ തന്നെ നമ്മുടെ പല നാച്ചുറലായിട്ടുള്ള ജീവിത രീതികളും എല്ലാം ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു ഡേ മൊത്തം അല്ല, ഒരു വീക്ക് തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതും കാണാനുള്ളതും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഒരു ഷോർട്ട് ടൂറാണ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. ആശ്രമം കുറേ കാണാനുണ്ട്, പക്ഷേ തൽക്കാലം സമയപരിമിതി ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇത്രയേ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരുടെയും ഈ വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ബൈ.